അനാദിയായിട്ടുള്ള പോളയെ വളർത്തി വലുതാക്കിയത് ആലിസ് ആയിരുന്നു. ആലിസ് ലോക പ്രശസ്തിയായിട്ടുള്ള ഒരു ഓപ്പറ സിംഗറായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പ്രശസ്തിയായിട്ടുള്ള ആലിസ് തന്റെ ഗൃഹത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയാണ്. തന്നെ വളർത്തി വലുതാക്കിയ ആലിസിന്റെ വിയോഗം പോളയെ വളരെയധികം വേദനിപ്പിക്കുന്നു. അതിന് ഡ്രാമ സഹിക്കാൻ വയ്യാതെയും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത കാരണം മൂലം പോള ആ നഗരത്തിൽ നിന്നും ലണ്ടൻ നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് തന്റെ ജീവിതം മറിച്ച് നടന്നു. അവിടെ വെച്ച് പോള ഒരു സുന്ദരനും സുമുഖനുമായിട്ടുള്ള വളരെ ചാമിങ് ആയിട്ടുള്ള ഗ്രിഗറി എന്ന് പറയുന്ന പുരുഷനെ കണ്ടുമുട്ടുന്നു. 2 ആഴ്ചത്തെ റൊമാൻസിന് ശേഷം ഒരു രണ്ടുപേരും കൂടെ താമസിക്കാനായിട്ട് തുടങ്ങുന്നു. അതിനുവേണ്ടി ഈ രണ്ടുപേരും ലണ്ടൻ നഗരത്തിലോട്ട് തിരിച്ചു വരുന്നു. ആലിസ്, പോളയുടെ ആന്റി ആലിസ് താമസിച്ചിരുന്ന ആ ഗൃഹത്തിലേക്ക് രണ്ടുപേരും തിരിച്ചു വന്ന് താമസം തുടങ്ങുന്നു. തുടക്കത്തിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുകയാണെങ്കിലും അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. പലപ്പോഴും ഗ്രിഗറി പോളയെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു. പോള പലപ്പോഴും കാര്യങ്ങൾ മറന്നുപോകുന്നു. പോളയ്ക്ക് കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. പലപ്പോഴും അരോചകമായിട്ട് പോള പെരുമാറുന്നു എന്നൊക്കെയുള്ള പല കംപ്ലൈൻസുകളും ഗ്രിഗറി വെക്കുന്നതായിട്ട് കാണാം. ആദ്യമൊക്കെ പോള ഗ്രിഗറിയുടെ കംപ്ലൈൻസ് എടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് സിനിമയിൽ കാണാവുന്നതാണ്. പോള പലപ്പോഴും താൻ കാണുന്ന കാര്യങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ തന്റെ ഇമോഷൻസും തന്റെ ഒബ്സർവേഷനും ശരിയാണെന്ന് ഗ്രിഗറിയുടെ അടുത്ത് വാദിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും റിപ്പയർഡ് ആയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ പോള താൻ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ തന്റെ തന്നെ മനോസാന്നിധ്യത്തിനെയും അല്ലെങ്കിൽ തന്റെ തന്നെ മനോനിലയെയും പോള തെറ്റിദ്ധരിക്കാനായിട്ട് തുടങ്ങുന്നു. കൂടാതെ ആ വീട്ടിലുള്ള ഗ്യാസ് റേറ്റ് അത് പലപ്പോഴും മങ്ങുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ആ വീട്ടിൽ സംജാതമാകുന്നു. അത് പോള ഗ്രിഗറിയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോളയുടെ ഇമാജിനേഷൻ ആണ്. പോള ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ കാണുന്ന കാര്യങ്ങൾ പോളയുടെ വ്യത്യസ്ത കംപ്ലൈന്റുകൾ എല്ലാം ഇമാജിനേഷൻ ആണ് എന്ന് പറയുന്ന രീതിയിൽ വരുത്തി തീർക്കാനായിട്ട് ഗ്രിഗറി ശ്രമിക്കുന്നു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പതിയെ പോള തന്നിൽ തന്നെ സംശയിക്കാനായിട്ട് തുടങ്ങുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിനിടയ്ക്കാണ് ഗ്രിഗറി പോളയുടെ മനോനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവളുടെ അടുത്ത് പറഞ്ഞ് ധരിപ്പിച്ച് ഒരു വേലക്കാരിയെ ആ വീട്ടിൽ നിർത്താനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ പോള തീർത്തും ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു. പോളയ്ക്ക് പുറമേയുള്ള ആൾക്കാരായിട്ടോ മറ്റോ ഉള്ള കമ്മ്യൂണിക്കേഷനും സപ്പോർട്ടും വളരെ കുറഞ്ഞു വരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ നാട്ടിലെ ഒരു ഡിറ്റക്റ്റീവ് പോളയെ കാണാനായിട്ട് ഇടയാകുന്നു. പോളിയുടെ മുഖത്തും പെരുമാറ്റത്തിനുമുള്ള പരിഭ്രമം കണ്ടതിന് ശേഷം ഡിറ്റക്റ്റീവിന് സംശയം തോന്നുന്നു. ഡിറ്റക്റ്റീവ് പതിയെ എന്താണ് ആ വീട്ടിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. പതിയെ അദ്ദേഹത്തിന് പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമുക്ക് ഈ സിനിമയിൽ കാണാവുന്നതാണ് ഗ്രിഗറി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. തന്റെ ഭാര്യ മാനസികപരമായിട്ടുള്ള രീതിയിൽ ശരിയല്ല എന്ന് പറയുന്ന രീതിയിൽ അവളെ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തിയിട്ട് അവളുടെ ആന്റിയുടെ സമ്പാദ്യങ്ങൾ, അതായത് പോളയ്ക്ക് ഇന്ന് അവകാശപ്പെട്ടിട്ടുള്ള സമ്പാദ്യങ്ങൾ തട്ടിയെടുക്കാനും അവ അവിടെ നിന്ന് കടത്തിക്കളയാനുമാണ് ഗ്രിഗറി അവിടെ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പോളയ്ക്ക് മാനസികപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, പോള ചിന്തിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്, പോളയുടെ ഇമോഷൻസ് തെറ്റാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ഗ്രിഗറിയോടെ ശ്രമിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇത് നമുക്കിവിടെ കാണാവുന്നതാണ്. വളരെ ഹയർ തലത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇമോഷണൽ അബ്യൂസ് ആണ് ഇവിടെ പോളയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് 1944 പുറത്തിറങ്ങിയ ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്ന മൂവിയുടെ ഒരു സിനോപ്സിസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിരുന്നു. ഈ മൂവി 1945 ഓസ്കാർസിന് വേണ്ടി 7 നോമിനേഷനുകൾ ലഭിച്ചിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടൊരു സൃഷ്ടിയായിരുന്നു. ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്, അതിനുള്ള സയൻസ് മുതലായവയൊക്കെ ആധികാരികമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ തൊട്ടു മുമ്പത്തെ ഈ സീരീസിലെ 1-ാം നമ്പർ വീഡിയോ കാണാവുന്നതാണ്. സോ ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായി മനസ്സിലാക്കാൻ നിങ്ങളത് സഹായിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ നെഗറ്റീവ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, കൂടാതെ ഗ്യാസ് ലൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത ടെക്നിക്കുകൾ അവ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മുതലായവയൊക്കെ. സോ നമുക്ക് നോക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഗ്യാസ് ലൈറ്റിനെ നിർവചിക്കുന്നത് പറയുന്നത് ഒരാളെ അദ്ദേഹത്തിന്റെ സ്വയം ചിന്താഗതികളെ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകളെ, അദ്ദേഹത്തിന്റെ ലോകവീക്ഷണങ്ങളെ സംശയിക്കുന്ന രീതിയിൽ ആക്കി തീർക്കുക എന്ന് പറയുന്നതാണ്. നാം ഇതിനു മുമ്പത്തെ വീഡിയോയിൽ മനസ്സിലാക്കി ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ ടെക്നിക്സ് ആണ്. പക്ഷെ മാനിപ്പുലേഷനെയും ഗ്യാസ് ലൈറ്റിനെയും വേർതിരിക്കേണ്ടി വരിക എന്ന ആവശ്യകത വരുമ്പോൾ മാനിപ്പുലേഷൻ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാം. എന്നാൽ ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കൂടിയ തരത്തിലുള്ള ഒരു മാനിപ്പുലേഷനാണ്. മാനിപ്പുലേഷനിലൂടെ ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഗ്യാസ് ലൈറ്റിലൂടെ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റ് അനുഭവിക്കുന്ന ആൾക്ക് കുറെ നാളത്തെ അത് അനുഭവിച്ചതിന് ശേഷം വ്യത്യസ്ത തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ്.
ഉദാഹരണത്തിനായിട്ട് അവർക്ക് ഇന്റേണലൈസിങ് ബിഹേവിയേഴ്സ്, ഉദാഹരണത്തിന് പേടി, സോഷ്യൽ വിഡ്രോവല്, ചുറ്റുപാടുകളിൽ നിന്ന് മാറി സ്വന്തം ഉള്ളിലോട്ട് ഒതുങ്ങിക്കൂടുന്നൊരു ബിഹേവിയർ, ശരീരത്തിലെ മറ്റും വേദനകൾ അനുഭവപ്പെടുന്നുണ്ടെന്നൊരു തോന്നല്, ഇതൊക്കെ വരുന്നത് കൂടിയ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടാണ്. പലപ്പോഴും മനസ്സിൽ കൂടുതൽ സ്ട്രെസ് വരുമ്പോൾ അതിനൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട്, അത് മറ്റൊരു അവയവങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പലപ്പോഴും പലർക്കും സൊമാറ്റിക് കംപ്ലയിൻസും സൊമാറ്റിക് ഡിസോർഡേഴ്സും വന്നു ചേരാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ഈ ഗ്യാസ് ലൈറ്റിങ് കുറെ നാള് ഏറ്റു വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾക്ക് സൊമാറ്റിക് കംപ്ലയിൻസും സൊമാറ്റിക് ഡിസോർഡേഴ്സും വരെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കാം മറ്റ് വേറെ എന്തൊക്കെ ഡിഫിക്കൽട്ടികളാണ് ഇത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിങ് കുറെ നാള് മുന്നോട്ട് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാന്ന് പറയുന്നത്. പലപ്പോഴും ഗ്യാസ് ലൈറ്റിങ് അനുഭവിക്കുന്ന ആൾക്കാർ അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, സ്വന്തം അസ്തിത്വം അടിയറവ് പറയുന്ന അവസ്ഥ, സ്വന്തം കാര്യങ്ങളിൽ സംശയത്തോടുകൂടി നോക്കുന്ന ഒരവസ്ഥ, സ്വന്തം എക്സ്പീരിയൻസിനും ഇമോഷനും വിലയില്ലാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ കുറെ നാൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പലരും മദ്യം, മയക്കുമരുന്ന് മറ്റിലോട്ട് മാറിപ്പോവാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്നും റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. അവരുടെ ശ്രദ്ധയും അതുപോലെ തന്നെ അവർക്കൊരു കാര്യത്തിലുള്ള ഫോക്കസും കുറഞ്ഞു വരും. കൂടാതെ എപ്പോഴും ഒരു ആകുലത നിലനിൽക്കുന്ന അവസ്ഥ, എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. കാരണം തന്റെ പാർട്ട്ണർ എപ്പോഴും താൻ പറയുന്ന എല്ലാം തെറ്റാണ്, താൻ പറയുന്നതൊന്നും അർത്ഥമുണ്ടാക്കുന്നില്ല, താൻ പറയുന്നതൊക്കെ സെൻസിബിൾ അല്ല, താൻ ചിന്തിക്കുന്നതും താൻ അനുഭവപ്പെടുന്ന ഇമോഷൻസും ഒക്കെയും ഒരു അസ്തിത്വമില്ലാത്തതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലായി തീർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൂടാതെ ഇത്തരത്തിൽ ഗ്യാസ് ലൈറ്റ് അനുഭവിക്കുന്നവർക്ക് പലപ്പോഴും അപകടങ്ങൾ എപ്പോഴും സംഭവിക്കുമെന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളെയും അപകട ദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുക, എനിക്ക് അപകടം ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയത്തിൽ ജീവിക്കുന്ന അവസ്ഥ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, പലപ്പോഴും ഇരിക്കുന്ന സമയത്തെയും അല്ലെങ്കിൽ സ്ഥലത്തെയും കുറിച്ച് ഒരു ചിന്താ ഉറപ്പില്ലാത്ത അവസ്ഥ. കൂടിയ അളവിലുള്ള ആകുല രോഗം അല്ലെങ്കിൽ ഡിപ്രസീവ് അവസ്ഥകള്, പല കാര്യങ്ങളെയും അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത, ഒറ്റയ്ക്ക് മാറിയിരുന്ന് അല്ലെങ്കിൽ ആരും സപ്പോർട്ടിനോ മറ്റോ ആശ്രയിക്കാതെ സ്വയം ഉള്ളിലോട്ട് ഒതുങ്ങിക്കൂടാവുന്ന ഒരു പ്രവണത, പലപ്പോഴും ചെറുപ്പത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള നെഗ്ലക്റ്റും അബ്യൂസും അതുകൊണ്ടുണ്ടായിട്ടുള്ള വേദനകളും മറ്റും വീണ്ടും ഉണർത്തുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ, പലപ്പോഴും സെൽഫ് എസ്റ്റീം ആകെ കയ്യിൽ നിന്ന് പോയിട്ട് സ്വയം തന്നെ നെഗറ്റീവായിട്ട് വളരെ താഴ്ത്തി വിലയിരുത്തുന്ന ഒരവസ്ഥ, സ്വന്തം ഒരു കാര്യത്തിലും വിശ്വാസം അർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരവസ്ഥ, ഒന്നിനും ഒരു സ്വാഭിമാനം തോന്നാത്ത അവസ്ഥ. ഇതിന്റെയൊക്കെയും പരിണിത ഫലമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സൂയിസൈഡൽ തോട്ട്സ്, സ്വന്തം ഉപദ്രവിക്കാനും സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്താനും തോന്നുന്ന തരത്തിലുള്ള തോന്നലുകള്. സോ ഇവയൊക്കെയും കാരണമാകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ടാക്ടിക്സ് ആണ്. ഒരു ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആള്, ഒരാൾ ഇമോഷണൽ അബ്യൂസ് ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്ന രീതിയിലൂടെ ചെയ്യുന്ന ആള് ഇതിനു വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കുകൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഇത്തരത്തിലുള്ള ടെക്നിക്കാണ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അതെ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അബ്യൂസ് ചെയ്യുന്ന ആള്, ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ അബ്യൂസ് ചെയ്യുന്ന ആള് മറ്റൊരാൾക്ക് ആവശ്യം വേണ്ടുന്ന ഇൻഫോർമേഷനുകളും അല്ലെങ്കിൽ അതിനുള്ള അഫെക്ഷനോ സ്നേഹമോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്തും തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ, തനിക്ക് ആവശ്യമായിട്ടുള്ള എന്തും കെഞ്ചേണ്ടി വരുന്ന അവസ്ഥ. അബ്യൂസറുടെ അടുത്ത് തനിക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹം, ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി, ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എല്ലാം കെഞ്ചി ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ കെഞ്ചി ചോദിക്കുന്ന അവസ്ഥയിലും പലപ്പോഴും അത് നൽകാതെ അത് തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ. പലപ്പോഴും ഇത് അനുഭവിക്കുന്ന വിക്ടിമിന് തന്റെ മെമ്മറിയിലും അതുപോലെ തന്നെ തന്റെ ലോകവ്യൂവിലും ഒരു കോൺഫിഡൻസും ഒരു ഉറപ്പും ഉണ്ടായിരിക്കാൻ തുടക്കം. പക്ഷെ വീണ്ടും വീണ്ടും ഇതിനെ കൗണ്ടർ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ വിക്ടിമ് സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ, സ്വന്തം മെമ്മറീസിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ, സ്വന്തം ഇമോഷൻസ് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് സംശയിച്ചു തുടങ്ങും. അങ്ങനത്തെ അംശയം ഉണ്ടാക്കാനായിട്ടുള്ള പലപ്പോഴും കൗണ്ടർ, അതിനുവേണ്ടി പലപ്പോഴും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയർ നമുക്ക് കാണാം. മൂന്നാമത്തെ ഗ്യാസ് ലൈറ്റർ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബ്ലോക്കിംഗ് അല്ലെങ്കിൽ ഡൈവേർട്ടിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിക്കുന്നത് അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് വിക്ടിമ് പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യും, ഈ ഗ്യാസ് ലൈറ്റർ ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങളിത് പറഞ്ഞത് ശരിയല്ല, എനിക്ക് ഉറപ്പുണ്ടല്ലോ ഇതിങ്ങനെയാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ശരിയാവാ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഇമോഷന് പ്രാധാന്യമുണ്ട്, കാരണം ഇത് ഇങ്ങനെ എനിക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ ഇങ്ങനെ പറയുന്ന സമയത്തും അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷന് കൊണ്ടുവരുന്ന സമയത്തും ഈ ഗ്യാസ് ലൈറ്റർ അവിടെ നിന്ന് അറ്റൻഷൻ വേറെ സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും. അവർ ആ ടോപ്പിക് മാറ്റും, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ടോപ്പിക് കൊണ്ടുവന്ന ഡിസ്കഷനിലോട്ട് ആരംഭിക്കും. സോ ഇങ്ങനത്തെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരവസ്ഥ. നാലാമത്തെ ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കാണ് ട്രിവിയലൈസിങ് ഓർ മിനിമൈസേഷൻ എന്ന് പറയുന്നത്.
ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടിമിന് അനുഭവപ്പെടുന്ന ഫീലിങ്സ്, വിക്ടിംസിന്റെ എക്സ്പീരിയൻസ്, വിക്ടിംസിന്റെ അറിവുകൾ എല്ലാം പ്രാധാന്യം അർഹിക്കാത്തതാണ്, വെറും കേവലമാണ്. അത് നിനക്ക് വെറുതെ തോന്നണ്ട, അതൊന്നും ഒരു അർത്ഥവത്തായിട്ടുള്ളതല്ല. നിനക്ക് തോന്നണ്ട നീ വളരെ സെൻസിറ്റീവാ, നീ ഒരു തൊട്ടാവാടിയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ താഴ്ത്തിക്കൊണ്ടെന്ന് അല്ലെങ്കിൽ വളരെ അത് ഒരു വാല്യൂം കൊടുക്കാത്ത ഒരവസ്ഥ. അഞ്ചാമത്തെ ടെക്നിക്കാണ് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ ഡിനയൽ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തില് അബ്യൂസ് ചെയ്യുന്ന, ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ അബ്യൂസ് ചെയ്യുന്ന പാർട്ട്ണർ പല കാര്യങ്ങളും മറന്നു പോയതായിട്ട് ഭാവിക്കും, അല്ലെങ്കിൽ മറന്നു പോകും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിനേ ചെയ്യും. താങ്കൾ അത് അന്നങ്ങനെ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അതൊക്കെ നിന്റെ മനസ്സിൽ എനിക്ക് തോന്നണ്ട, ഞാൻ താങ്കൾ ഇന്ന് സിനിമയ്ക്ക് തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയ്യോ ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ താങ്കൾ അന്ന് എന്റെ കുടുംബക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, അതെനിക്ക് വിഷമമായി. എവിടെ, അതൊക്കെ നിനക്ക് തോന്നണ്ട. ഇത്തരത്തിലുള്ള ഡയലോഗുകൾ വളരെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോഴോ നിങ്ങൾക്ക് തന്നെ തോന്നും, എന്റെ മെമ്മറിയിലുള്ളതും കയ്യിൽ നിന്ന് പോയോ, എന്റെ മെമ്മറിയും ശരിയല്ലേ, എന്റെ വീക്ഷണങ്ങളും ഇപ്പൊ ശരിയല്ലേ, ഞാൻ കംപ്ലീറ്റ്ലി ഇൻസൈനായി പോവുകയാണോ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എനിക്ക് തോന്നുന്നതും ഒന്നും ശരിയല്ലല്ലോ. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് പോവും, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം പോവും, നിങ്ങൾ പലപ്പോഴും നിങ്ങളല്ലാതെ തന്നെ ആയി മാറും. ആറാമത്തെ ടെക്നിക്കാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ അബ്യൂസർ, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആള് പലപ്പോഴും താൻ ചെയ്യുന്ന കാര്യങ്ങൾ വിക്ടിമിന്റെ അടുത്തേക്ക് പ്രൊജക്ട് ചെയ്യും. അതായത് ഗ്യാസ് ലൈറ്റർ ഒരു കാര്യം, ഒരു ചീറ്റിംഗ് നടത്താം, വേറൊരു സ്ത്രീയുടെ അടുത്തോ വേറൊരു പുരുഷന്റെ അടുത്തോ ചീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് വിക്ടിം ആണ് ചെയ്യുന്നത്, അതായത് നീയാണ് ചീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നീയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു ബ്ലെയിമിങ് ആറ്റിറ്റ്യൂഡ് വരാം. സോ ഇതും നമ്മൾക്ക് ഗ്യാസ് ലൈറ്റേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കായിട്ട് കാണാം. ഏഴാമത്തെ ടെക്നിക്കാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താലും കുറ്റം, കേട്ടിട്ടില്ലേ, ഞാൻ എന്ത് ചെയ്താലും കുറ്റം, ഞാൻ അതെടുത്തു കഴിഞ്ഞാൽ കുറ്റം, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറ്റം, ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ കുറ്റം, ഞാൻ അതിട്ട് കഴിഞ്ഞാൽ കുറ്റം. പലപ്പോഴും എല്ലാത്തിനും കുറ്റം പറയുന്നൊരവസ്ഥ. ഒരു പക്ഷേ ഉദാഹരണത്തിനായിട്ട് ഒരു സ്ത്രീ ഒരു ദിവസം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാം, ഭർത്താവ് പുറത്തിറങ്ങിയതിന് ശേഷം വീക്ഷിച്ചിട്ട് പറയാ, നീ ആരെ കാണിക്കാൻ അങ്ങനെ ഇട്ടേക്കുന്നത്, നീ അവരെ കാണിക്കാനല്ല അങ്ങനെ ഇട്ടേക്കുന്നത്, അത്തരത്തിലുള്ളൊരു സംസാരമൊക്കെ വരാം. എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങൾക്കും കാരണഹേതുവായിട്ടുള്ളത് വിക്ടിമാണ്. അവരിങ്ങനെ ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായേ, അവർ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായേ, അവര് ഇവിടെ പോയത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായേ, അവര് ഇത് മേടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായേ. എന്തിനും ഒരു കുറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെല്ലാം കാരണഹേതുവായിട്ടുള്ളത്, ഉത്തരവാദിയായിട്ടുള്ളത് വിക്ടിമാക്കി തീർക്കുന്ന ഒരു തരത്തിലുള്ള ഡയലോഗുകളും മറ്റും ഉണ്ടാവുക. സോ ഇത്തരത്തിലുള്ള 7 ടെക്നിക്കുകളാണ് കോമൺ ആയിട്ട് നമുക്ക് ഒരു ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരു ഇമോഷണൽ അബ്യൂസറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പലപ്പോഴും ഇത് അനുഭവിക്കേണ്ടി വരുന്ന വിക്ടിമിന് വളരെയധികം ഡിഫിക്കൽട്ടിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടി വരിക. പിന്നെ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്, ഇത് ഉപയോഗിക്കുന്ന അബ്യൂസർ പലപ്പോഴും ഇത് അറിയാതെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യമാണ്, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒരാളുടെ അസ്തിത്വവും അല്ലെങ്കിൽ അവരുടെ അടിത്തറയും അവരുടെ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും വളരെ ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസ് ആണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നത് പലതരത്തിലുള്ള, നമ്മൾ മുന്നേ പറഞ്ഞ തരത്തിലുള്ള പല മാനസിക രോഗങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും ഒക്കെയും കാരണമായി ഭവിക്കാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയറിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തുടർന്ന് കാണുക. ഇത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിങ്ങിനെ എങ്ങനെ ഉചിതമായി മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഈ വരുന്ന സീരീസിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം 3 വീഡിയോയും കൂടിയുണ്ട്. അതിന്റെ അവസാനത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെയാണ് ഗ്യാസ് ലൈറ്റിങ്ങിനെ ഉചിതമായി നേരിടേണ്ടത്, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് സഹായം തേടേണ്ടത്, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയെ നിങ്ങൾ മാനേജ് ചെയ്ത് അതിനായിട്ടുള്ള തെറാപ്പി അല്ലെങ്കിൽ അതിനായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ തേടേണ്ടതെന്ന്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനുകൂടിയും കുറച്ചും കൂടിയും ഇന്റൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഗ്യാസ് ലൈറ്റിംഗ് എങ്ങനെയാണ് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ, അത് 2 വ്യക്തികൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു ഭാര്യയും ഭർത്താവുമായിരിക്കാം, 2 കപ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്പേസിൽ ഗ്യാസ് ലൈറ്റിംഗ് സംഭവിക്കുന്നത് എങ്ങനെയാണ്, അതിനെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നമ്മൾ പറയുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഇത് ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം എങ്ങനെയാണ് ഒരു ഗ്യാസ് ലൈറ്റിംഗിന്റെ ട്രജക്ടറി എന്ന് പറയുന്നത് വീഡിയോ നമ്പർ 4 നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം എങ്ങനെയാണ് ഗ്യാസ് ലൈറ്റിംഗിൽ നിന്നും നമ്മൾ മുക്തി നേടുക എന്നുള്ളത് 5ാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ 5 വീഡിയോ കൂടാതെ ഗ്യാസ് ലൈറ്റിംഗ് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു രസകരമായിട്ടുള്ള കഥയും ഇതിന്റെ ഒപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. ഈ 2ാമത്തെ വീഡിയോയ്ക്ക് ശേഷം ബോണസ് ആയിട്ട് ആ വീഡിയോ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടി കാണാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.